സിനിമ സ്റ്റൈലിൽ ചേസ് ചെയ്ത് സമാനതകളില്ലാത്ത ഏറ്റുമുട്ടലിനൊടുവിലാണ് കൊള്ളസംഘത്തെ തമിഴ്നാട് പോലീസ് പിടികൂടിയത്. മോഷണ സംഘം സഞ്ചരിച്ച കണ്ടെയ്നർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചിരുന്നു. ഇതോടെ നാമക്കൽ പോലീസ് കണ്ടെയ്നർ ലോറിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ സംഘം വെടിയുതിർത്തതോടെയാണ് പോലീസ് തിരിച്ചാക്രമിച്ചത്. സ്കൂളിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികളെയാണ് ആദ്യം കണ്ടെയ്നർ ലോറി ഇടിച്ചത്. തുടർന്ന് 2 കാറുകളിലും 4 ഇരുചക്രവാഹനങ്ങളിലും ഇടിച്ച ലോറി നിർത്താതെ പോയി. ഇതോടെ നാട്ടുകാർ കുമാരപാളയം പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് പിന്നിലുണ്ടെന്ന് മനസ്സിലായതോടെ ലോറി അതിവേഗത്തിൽ കുതിച്ചു. എന്നാൽ പല ഭാഗങ്ങളിൽ നിന്നുമായി കൂടുതൽ വാഹനങ്ങൾ പോലീസ് ലോറിയെ പിന്തുടർന്നു. കവർച്ചയുടെ വിവരങ്ങൾ കേരള പോലീസിൽ നിന്ന് ലഭിച്ചിരുന്നതിനാൽ നേരത്തെ തന്നെ തമിഴ്നാട് പോലീസ് അലർട്ടായിരുന്നു. മോഷ്ടാക്കളാകാം എന്ന സൂചന ലഭിച്ചതോടെ സ്ഥലത്തേക്ക് കുതിച്ചെത്താൻ ഇതും സഹായിച്ചു. പിന്നീട് ലോറിക്ക് കുറുകെ വാഹനം നിർത്തി പോലീസ് തടഞ്ഞെങ്കിലും ഡ്രൈവർ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചു. ഇതോടെ പോലീസുകാർ കല്ലെറിയുകയും ഡ്രൈവർ ഇറങ്ങിയോടുകയുമായിരുന്നു. തുടർന്ന് കണ്ടെയ്നർ തുറന്നു പരിശോധിച്ചപ്പോഴാണ് കവർച്ചാ സംഘത്തെ ലോറിക്കുള്ളിൽ പോലീസ് കാണുന്നത്. ഇതോടെ സംഘം പോലീസിനെ ആക്രമിച്ചു. പോലീസും വെടിയുതിർത്തതോടെ ഏതാനും മിനിറ്റ് സമയം ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി. ഇതിനിടെ പോലീസിന്റെ വെടിയേറ്റാണ് സഖാംഗങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിനൊടുവിൽ 6 പേർ പിടിയിലായി. പരുക്കേറ്റവർ നാമക്കലിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോഷണത്തിനായി ഉപയോഗിച്ച കാർ കണ്ടെയ്നർ ലോറിക്കുള്ളിൽ കണ്ടെത്തി. SK ലോജിസ്റ്റിക്സിന്റേതാണ് കണ്ടെയ്നർ. പണവും ആയുധങ്ങളും കണ്ടെയ്നറിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികൾക്കൊപ്പം ഇവയും തൃശൂർ പോലീസിന് കൈമാറും. ന്യൂസ് ഡെസ്ക്, News 18.